തങ്കു ബ്രദർ ഹൈദരാബാദിൽ ശുശ്രൂഷിക്കുന്നു. ജൂലൈ 24 വെള്ളി, SPG തമിഴ് കത്തീഡ്രൽ ചർച്ച്, ആൽഫ ഹോട്ടലിന് സമീപം. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ 2015 ജൂലൈ 24 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10-ന്. ഗുരുദേവ ഓഡിറ്റോറിയം, ഇളംപള്ളൂർ ക്ഷേത്രത്തിന് സമീപം. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരോട് കൂടെ നടന്ന് ശരിക്കും ഞാൻ ജീവനോടെ തന്നെ ഉണ്ട്. ഇത് ഞാൻ ഒരു സ്പിരിറ്റൊന്നുമല്ല, ഭൂതമൊന്നുമല്ല എന്ന് അവർക്ക് ശരിക്കും തെളിയിച്ചു കൊടുത്തു. തൊട്ടു നോക്കാൻ പറഞ്ഞു. ഒടുവിൽ താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായി ശിഷ്യന്മാരോട് ഒടുവിൽ പറഞ്ഞ വാക്കാണ് ഗോ, ആകയാൽ പുറപ്പെടുക, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ലോകത്തിലൊക്കെ പോയി ഞാൻ ഉയർത്തെഴുന്നേറ്റ് വന്ന ഈ സദ്വർത്തമാനം പറഞ്ഞു. ഞാൻ ഇൻ പേഴ്സൺ ഐ വിൽ ബി വിത്ത് യു. മാത്രമല്ല, നിങ്ങൾ ചെന്നിത് പറയുമ്പോൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താകും, എൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും, എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഈ വചനത്തെ ഉറപ്പിക്കും. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഞായറാഴ്ച മീറ്റിങ്ങിൽ ലൈവായി ലോകമെങ്ങും ഞായർ മീറ്റിംഗ് നടക്കുമ്പോൾ ലോകമെങ്ങുമുള്ള വിശ്വാസികൾ തങ്കുബ്രദറിൽ നിന്ന് കേട്ട ആ വലിയൊരു മിഷന് വേണ്ടിയുള്ള, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുവാനുള്ള ആ വാക്കുകൾ, ആ മെസ്സേജ് സഭയെ മുഴുവൻ ചാർജാക്കി. ആ സന്ദേശമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ ഗോ ye therefore. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. He is Lord, and He has risen from the dead. He is Lord. Every knee shall bow, every tongue confess that Jesus Christ. When I was saved, I used to always have a little prayer like this. ഞാൻ എപ്പോഴും ഒരു ചെറിയ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. Jesus used me mightily. യേശുവേ എന്നെ ശക്തമായിട്ടൊന്ന് ഉപയോഗിക്കണമേ. Even in my time alone with God, I used to write like that. ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് ഇരിക്കുമ്പോഴും ഞാൻ എൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിക്കുമായിരുന്നു. Please use me mightily. എന്നെ ശക്തമായിട്ടൊന്ന് ഉപയോഗിക്കണമേ കർത്താവേ. Please use me mightily. എന്നെ ശക്തമായി ഉപയോഗിക്കണമേ കർത്താവേ. One day, ഒരു നാൾ in the holy presence of Jesus, ദൈവ സാന്നിധ്യത്തിൽ യേശുവിന്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ I got a correction from the Lord. കർത്താവ് എന്നെ ഒന്ന് തിരുത്തി. God said like this. ദൈവം ഇപ്രകാരം പറഞ്ഞു, I cannot use you. നിന്നെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. I cannot use you. നിന്നെ എനിക്ക് ഉപയോഗിക്കാനേ കഴിയില്ല. You use me. നീ എന്നെയാ ഉപയോഗിക്കേണ്ടത്. You use me. നീ എന്നെ ഉപയോഗിക്കുക. The more you use me, നീ എന്നെ അധികമായി നീ ഉപയോഗിക്കും the more തോറും, you use my name, നീ എന്റെ നാമം കൂടുതലായി ഉപയോഗിക്കും more തോറും miracles you will see in your life. കൂടുതൽ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ കാണും. Many Christians fail to understand this. പല ക്രിസ്ത്യാനികളും ഇത് മനസ്സിലാക്കുവാൻ തോറ്റു. അത് അവർക്ക് പറ്റുന്നില്ല. They want God to do everything. ദൈവമെല്ലാം അവർക്ക് വേണ്ടി ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. I have a surprise for you. ഞാൻ നിങ്ങൾക്ക് ഒരു അത്ഭുത വാർത്ത തരാം. If you have not known it before, നിങ്ങൾ ഇത് മുമ്പേ അറിഞ്ഞിട്ടില്ല
പറഞ്ഞിട്ടില്ല എങ്കിൽ God, what He had to do has been done. ദൈവം എന്ത് ചെയ്യണമോ അത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. In Christ it is already finished. ക്രിസ്തു യേശുവിൽ സകലതും It നിവൃത്തിയായിരിക്കുന്നു. is now you and me who have to arise and implement it. ഇനി നിങ്ങളും ഞാനുമാണ് ഉയർന്നെഴുന്നേറ്റ് അത് നടപ്പിൽ വരുത്തേണ്ടത്. And the moment you arise, നീ എഴുന്നേൽക്കുന്ന നിമിഷം the തന്നെ, moment you step out, നീ ചുവട് വയ്ക്കുന്ന നിമിഷം തന്നെ, that is the stepping out for sign, wonders and miracles. അത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികൾക്കും വേണ്ടിയുള്ള ചുവടുവയ്പത്രേ. That is why the Bible says അതുകൊണ്ടത്രേ വേദപുസ്തകം പറയുന്നു, Jesus rose from the dead, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തു, sat at the right hand of the അവൻ Father, പിതാവിന്റെ വലഭാഗം ഇരിക്കുന്നു. and they rose up. അവർ എഴുന്നേറ്റു, They rose up. അവർ എഴുന്നേറ്റു, They rose up. അവർ പുറപ്പെട്ടു. The disciples rose up. ശിഷ്യന്മാർ എഴുന്നേറ്റ് പുറപ്പെട്ടു. Jesus sat down. യേശു അവിടെ ഇരുന്നു, Disciples rose up. ശിഷ്യന്മാർ എഴുന്നേറ്റു. And through them, അവരിലൂടെ God confirmed with signs, wonders and miracles. ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും തന്റെ വചനത്തെ ഉറപ്പിച്ചു. If you want to see a mighty work of God, ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി നിനക്ക് കാണണമോ? you cannot see it while sitting in an easy നീ chair. ഒരു ഈസി ചെയറിൽ ഇരുന്നു കൊണ്ട് നിനക്കത് കാണുവാൻ കഴിയില്ല. You have to make a step of faith. നീ വിശ്വാസത്തിന്റെ ഒരു ചുവട് വയ്ക്കണം. When you step of faith, നീ വിശ്വാസത്തിന്റെ ചുവട് വയ്ക്കാം. at that time, ആ നിമിഷം തന്നെ you will start tasting the goodness of God. ദൈവത്തിന്റെ നന്മ നീ ആസ്വദിക്കുവാൻ തുടങ്ങും. You will taste the goodness of നീ God. ദൈവത്തിന്റെ നന്മ രുചിച്ചറിയുവാൻ തുടങ്ങും. Hallelujah. ഹല്ലേലൂയ. Many a time, പലപ്പോഴും people are waiting for a good opportunity. ഒരു നല്ല അവസരത്തിന് വേണ്ടി മനുഷ്യർ കാത്തിരിക്കാറുണ്ട്. Some people are still waiting to hear from the Lord. ആ കർത്താവിൽ നിന്നൊന്ന് കേൾക്കേണ്ടതിന് ചിലർ കാത്തിരിക്കുന്നു. They are waiting and waiting and waiting. അവർ കാത്തുകൊണ്ടേയിരിക്കുകയാണ്. They are waiting to say, oh, when God talks to me, I will go. ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പുറപ്പെടുമെന്ന് പറഞ്ഞ് അവർ I കാത്തിരിക്കുന്നു. am waiting for the Lord. ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. I want to tell you today, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, stop waiting. കാത്തിരിപ്പ് നിർത്ത്. He has already said, അവൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, go, പോക, go, പോക, go. പോകുവീൻ. Don't look at the circumstance. സാഹചര്യത്തെ നീ നോക്കരുത്. Look at the one who has spoken to you. നിന്നോട് സംസാരിച്ചവനെ നീ നോക്ക്. When you go, നിങ്ങൾ പോകുമ്പോൾ whole things will be changed. എല്ലാ കാര്യങ്ങളും മാറി മറിയുവാൻ തുടങ്ങും. Turn to your neighbor and say, come out of your cozy chair. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ആ സുഖാനിയുള്ള ഇരിപ്പ് മാറ്റി വെളിയിൽ വാ. Come on, get out, get out, get out. വെളിയിൽ വാ, വെളിയിൽ വാ, വെളിയിൽ വാ. Do something for Jesus. യേശുവിനായി എന്തെങ്കിലും ചെയ്യ്. Heavenly feast സ്വർഗീയ വിരുന്നേ, is a lively church ഇതൊരു ജീവനുള്ള സഭയാ. because everyone has a testimony. കാരണം ഓരോ വ്യക്തിക്കും ഒരു സാക്ഷ്യമുണ്ട്. I am sure of all those who are watching me all over the world. ലോകമെമ്പാടും എന്നെ കാണുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും എനിക്ക് ഉറപ്പുണ്ട്. All of us have a testimony നമുക്ക് എല്ലാവർക്കും ഒരു സാക്ഷ്യമുണ്ട്. that Jesus touched us. യേശു നമ്മെ തൊട്ടു. We don't want any more explanation to know that Jesus is alive. യേശു ജീവിക്കുന്നതിന് കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. We know that he is alive നമുക്കറിയാം അവൻ ജീവിക്കുന്നു. because he changed our lives. കാരണം അവൻ ജീവിക്കുന്നു. Hallelujah. Hallelujah. Now is the time to arise and step out. ഇപ്പോൾ എഴുന്നേറ്റ് ചുവട് വയ്ക്കേണ്ട സമയമത്രേ. When they saw him, they worshipped him, but some doubted. And Jesus came and spoke to them, saying, all authority has been given unto me in heaven and on earth. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. Go therefore and make disciples of all nations, baptizing them in the name of the Father and of the Son and of the Holy Spirit. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. Teaching them to observe all things that I have commanded you, and lo, and behold, I am with you always, even unto the end of the age. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. Hallelujah. Hallelujah. The final words of Jesus before his resurrection. യേശു കർത്താവിന്റെ സ്വർഗ്ഗാരോഹണത്തിന് മുമ്പുള്ള അവസാന വാക്കുകളാണിത്. The Bible does not say that all the disciples were believers. എല്ലാ ശിഷ്യന്മാരും വിശ്വാസികളാണ് എന്ന് വേദപുസ്തകം പറയുന്നില്ല. They are still, some are doubting his resurrection. അവരിൽ ചിലരും അവന്റെ പുനരുത്ഥാനത്തെ സംശയിക്കുന്നവരുണ്ടായിരുന്നു. But Jesus is waiting for the Holy Spirit to come upon them. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരേണ്ടതിന് യേശു കർത്താവ് കാത്തിരിക്കുകയാണ്. Hallelujah. Hallelujah. He knows
knows that once the Holy Spirit comes upon them, തനിക്കറിയാം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്ന നിമിഷം all their doubts will be gone. അവരുടെ സംശയങ്ങളെല്ലാം മാറ്റപ്പെടും. Jesus is going to walk with them after resurrection. പുനരുത്ഥാനത്തിന് ശേഷം യേശു അവരോട് കൂടെ സഞ്ചരിക്കുവാൻ നടക്കുവാൻ ആഗ്രഹിച്ചു. And by infallible proofs going to establish that he is alive. താൻ ജീവിക്കുന്നു എന്നതിന് കളങ്കമില്ലാത്ത തെളിവായിട്ട് യേശു അവരോട് കൂടെ നടന്നു. The Bible says വേദപുസ്തകം the പറയുന്നു final words of Jesus, യേശുവിന്റെ അവസാന വാക്കുകൾ, the most important word. ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ, When someone is leaving forever, താൻ എന്നേക്കുമായി വിട്ടുപോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ the final words will be the most important words. താൻ വിട്ടുപോകുന്ന സമയത്ത് പറയുന്ന വാക്കുകളായിരിക്കും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വാക്കുകൾ. Jesus is saying, യേശു ഇങ്ങനെ പറഞ്ഞു. and this he is saying, താൻ ഇങ്ങനെ he പറയുകയാണ്. did not say, താൻ ഇങ്ങനെ പറഞ്ഞില്ല. evangelists go, സുവിശേഷകന്മാരെ പുറപ്പെടുക എന്ന് പറഞ്ഞില്ല. pastors go, ഇടയന്മാരെ പുറപ്പെടുക എന്ന് പറഞ്ഞില്ല. apostles go. അപ്പോസ്തലന്മാർ പുറപ്പെടുക എന്നല്ല പറഞ്ഞത്. No, he said everyone who believes go. താൻ പറഞ്ഞത് വിശ്വസിക്കുന്ന എല്ലാവരും പുറപ്പെടുവീൻ. Hallelujah. Hallelujah. The mandate, the calling is not for some people, it is for everybody. ആ കൽപ്പന, ആ വിളി, അത് ഏതാനും ചിലർക്ക് വേണ്ടിയുള്ളതല്ല, അത് സകലർക്കും വേണ്ടിയുള്ളതത്രേ. And this is not an option, this is a necessity. ഇതൊരു തെരഞ്ഞെടുപ്പല്ല, എന്റെ സൗകര്യപ്രകാരം ചെയ്യുന്നതല്ല, അത് ഒരു നിർബന്ധമായി എന്റെ മേൽ കിടക്കുന്നു. It does not matter what people talk about me. It does not matter what the circumstances. I have decided I am to go because my master said go. മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നല്ല, എന്റെ സാഹചര്യം എന്തെന്ന് അല്ല, ഞാൻ പുറപ്പെട്ടേ മതിയാകത്തുള്ളൂ. കാരണം എന്റെ യജമാനൻ, എന്റെ ഉടയവൻ എന്നോട് പറഞ്ഞിരിക്കുന്നു പുറപ്പെടുക. There is an urgency in that matter. ആ കാര്യത്തിൽ വളരെ ധൃതിയുണ്ട്. Again I want to tell you, this is not an option. വീണ്ടും ഞാൻ പറയട്ടെ, ഇതൊരു വേണമെങ്കിൽ തെരഞ്ഞെടുക്കാമെന്നുള്ളൊരു തെരഞ്ഞെടുപ്പല്ല. Paul said necessity is laid upon me. പൗലോസ് പറയുന്നു നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. Jesus is saying, യേശു ഇപ്രകാരം പറയുന്നു. can you open your Bible and read it together? നിങ്ങളുടെ വേദപുസ്തകം തുറന്ന് ഒരുമിച്ച് വായിച്ചാട്ടെ. From 18, 19 and 20. 18, 19, 20 വാക്യങ്ങൾ. Everybody all over the place, everyone take that word. എല്ലായിടത്തും എല്ലാവരും ഒരുമിച്ച് വേദപുസ്തകം എടുത്ത് വായിക്കുക. And Jesus said to them, യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. Just imagine Jesus standing and speaking this to you and me. ഒന്ന് ചിന്തിച്ചാട്ടെ, യേശു നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങളോടും എന്നോടും നേരിട്ട് ഇത് പറയുന്നത് ഒന്ന് ചിന്തിച്ച്. You will not even think twice, you will jump. നിങ്ങൾ രണ്ടാമതൊന്നും ആലോചിക്കുകയില്ല, അത് കേൾക്കുന്ന നിമിഷം തന്നെ നിങ്ങൾ എടുത്തു ചാടും. Go therefore and make disciples of all nations. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. This mandate is for anyone who loves Jesus Christ. ഈ കൽപ്പന യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. This is done not because of pressure, this is done because I love Jesus. ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ല, മറിച്ച് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടത്രേ ഞാൻ ഇത് ചെയ്യേണ്ടത്. That is why Paul in 2 Corinthians 5:14 says, the love of Jesus compels me. അതുകൊണ്ടാ പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 5:14 ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. It is the love of Jesus. ഇത് യേശുവിന്റെ സ്നേഹമത്രേ. How many of you love Jesus Christ? നിങ്ങളിൽ എത്ര പേര് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു? How many of you want Jesus to return fast? യേശുക്രിസ്തു വേഗത്തിൽ മടങ്ങി വരണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? I believe all the shakings which is happening all over the world. ഞാൻ വിശ്വസിക്കുന്നു ലോകമെമ്പാടും ഇപ്പോൾ നടക്കുന്ന ഈ ഇളക്കങ്ങളും കുലുക്കങ്ങളും, Even yesterday night, ഇന്നലെ രാത്രിയിലും me and Annie we were just praying. ഞാനും അനിയും ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. And I was telling Annie, ഞാൻ അനിയോട് ഇങ്ങനെ പറഞ്ഞു, I strongly believe ഞാൻ വളരെ ശക്തമായി വിശ്വസിക്കുന്നു, the time is very, very near. സമയം കാലം വളരെ വളരെ അടുത്തിരിക്കുന്നു. Yes, look at what is happening all over the world. ലോകമെമ്പാടും നടക്കുന്നതൊന്ന് കണ്ടാട്ടെ. I know he is coming. എനിക്കറിയാം അവൻ വരുന്നു. How many of you are excited to see Jesus Christ? നിങ്ങളിൽ എത്ര പേർ യേശുവിനെ കാണാൻ ഉത്സാഹത്തോടെ ആയിരിക്കുന്നു? യേശു പറഞ്ഞു, നിനക്ക് എന്നെ ഭയങ്കര സ്നേഹമല്ലേ, എന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമല്ലേ? എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, ഈ രാജ്യത്തിന്റെ സുവിശേഷം അറ്റത്തോളം അറിയപ്പെടുമ്പോൾ ഞാൻ വരും. ആമേൻ.
Hallelujah. ഹല്ലേലൂയ. Preaching the gospel hastens the coming of the Lord. സുവിശേഷം പ്രസംഗിക്കുന്നത് യേശുവിന്റെ വരവിനെ വേഗത്തിലാക്കും. I don't know when he will come. എപ്പോഴാണ് അവൻ വരുന്നത് എനിക്കറിയില്ല. I don't know when he will come. എപ്പോഴാണ് അവൻ വരുന്നതെന്ന് എനിക്കറിയില്ല. Might be this is the last soul. ചിലപ്പോൾ ഇതായിരിക്കും അവസാനത്തെ ആത്മാവ്. I will preach. ഞാൻ He സുവിശേഷിക്കും. will receive. ആ വ്യക്തിയെ സ്വീകരിക്കും. Might be he will come. അപ്പോൾ യേശു വരുമായിരിക്കും. Hallelujah. ഹല്ലേലൂയ. The reason I preach the gospel, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ കാരണം the love is compelling me. ആ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. Because Jesus said, കാരണം യേശു പറഞ്ഞു, when the gospel of the kingdom ഓ രാജ്യത്തിന്റെ സുവിശേഷം will be preached to the end of the earth, ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടുമ്പോൾ I will return. ഞാൻ മടങ്ങി വരും. I will return. ഞാൻ മടങ്ങി വരും. If I really love Jesus, if I really love ഞാൻ Jesus, വാസ്തവമായി യേശുവിനെ I സ്നേഹിക്കുന്നുവെങ്കിൽ cannot sit in my cozy chair. എന്റെ ആ സുഖകരമായ കസേരയിൽ എനിക്ക് ഇരിക്കാൻ കഴിയില്ല. I will not say, let me get this and let me get that, then I will go. എനിക്ക് ഇത് കിട്ടട്ടെ, എനിക്ക് അത് കിട്ടട്ടെ, എന്നിട്ട് ഞാൻ പോകാമെന്ന് നമ്മൾ പറയില്ല. The Bible said, വേദപുസ്തകം പറയുന്നു, God so loved the world. ദൈവം ലോകത്തെ അത്യധികമായി സ്നേഹിച്ചു. The Bible does not say the Lord God loved us a place or a person. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയോ ദൈവം സ്നേഹിച്ചു എന്നല്ല പറയുന്നത്. All the 700 billion people on this earth are being loved by Jesus ഈ Christ. ഭൂമുഖത്തുള്ള 700 കോടി ജനങ്ങളെയും എന്റെ ദൈവം സ്നേഹിക്കുന്നു. God loves everybody. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. But then he chose some. അപ്പോൾ ആരെയെങ്കിലും അവൻ തെരഞ്ഞെടുത്തു എന്നല്ല, But some he appoints. എന്നാൽ ചിലരെ അവൻ തെരഞ്ഞെടുത്തു. Just like Jesus was the appointed one. ഓ യേശു കർത്താവ് തെരഞ്ഞെടുക്കപ്പെട്ടവനായതുപോലെ He was sent to this earth അവനെ ഈ ലോകത്തേക്ക് അയച്ചു. to reconcile you and me to God. നാം നിങ്ങളെയും എന്നെയും ദൈവത്തോട് നിരപ്പിക്കേണ്ടതിനായി Today, ഇന്ന് the same appointment, അതേ നിയമനം, same mandate, അതേ കൽപ്പന, same Holy Spirit, അതേ പരിശുദ്ധാത്മാവ്, same authority അതേ അധികാരം is given to you and me. ഇത് നിങ്ങൾക്കും എനിക്കും The നൽകപ്പെട്ടിരിക്കുന്നു. gospel of reconciliation. നിരപ്പിന്റെ സുവിശേഷവുമായി തന്നിരിക്കുന്നു. Our gospel is, നമ്മുടെ സുവിശേഷമോ come back home. വീട്ടിലേക്ക് മടങ്ങി വാ, Come back home. ഭവനത്തിലേക്ക് മടങ്ങി വാ. Before the foundation of this earth, ഓ ഈ ഭൂമിയുടെ സ്ഥാപനത്തിന് മുമ്പേ you were there with the Father. നീ അപിതാവിന്റെ കൂടെ ഉണ്ടായിരുന്നു. Come back. മടങ്ങി വാ. Hallelujah. ഹല്ലേലൂയ. We are the chosen and appointed one. നാം തെരഞ്ഞെടുക്കപ്പെട്ട നിയമിക്കപ്പെട്ട വ്യക്തിയാണ്. That is why we are called co-worker with him. അതുകൊണ്ടത്രേ നാം അവനോട് കൂട്ടുവേലക്കാരെന്ന് വിളിക്കപ്പെടുന്നു. Now I want to ask you a question. ഇന്ന് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. What if the co-worker sits home in his cozy condition? ഓ ആ ഒരു കൂട്ടുവേലക്കാരൻ എങ്ങനെയാ വീട്ടിനകത്ത് സുഖേന ഇരിക്കുന്നത്? Some people are giving excuses after excuses. ചിലർ ക്ഷമാപണങ്ങൾ ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. Those many have lost that vision of winning souls and have looking into themselves how to make their life secure. ആത്മാക്കളെ നേടുന്ന ആ മഹാദർശനം വിട്ടിട്ട് എങ്ങനെ സ്വന്തം കാര്യങ്ങളെ നോക്കി ചിലർക്ക് ഇരിക്കുവാൻ കഴിയുന്നു. But you are sent, my dear. നിങ്ങളെ അയക്കപ്പെട്ടവനാ പ്രിയ സ്നേഹിത. You are sent with an urgent call. ഓ വളരെ നിർബന്ധമുള്ള വേഗത്തിൽ ചെയ്യേണ്ട ഒരു വിളിയുമായിട്ട് നിന്നെ വിളിച്ചിരിക്കുക. This is not an option, necessity. ഇതൊരു തെരഞ്ഞെടുപ്പല്ല, ഇതൊരു നിർബന്ധമത്രേ. Oh, it is a necessity. ഇതൊരു നിർബന്ധമത്രേ. Hallelujah. Hallelujah. You want something to happen in your life. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. Money, you want this, you want that, you want that. നിങ്ങൾക്ക് പണം വേണം, ഇത് വേണം, അത് വേണം. Hallelujah. Hallelujah. I have a wisdom for you. ഞാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധി ഉപദേശിക്കാം. Go. പോക. Go. പോക. Go. പോക. Go. പോക. The more you go, നിങ്ങൾ കൂടുതൽ പോകുമ്പോൾ heaven will be responsible for everything else. നിന്റെ സകല കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം സ്വർഗ്ഗം ഏറ്റെടുക്കും. Everything else. സകലത്തിന്റെയും I ഉത്തരവാദിത്വം. can assure you one thing. ഞാൻ ഒരു കാര്യം ഉറപ്പായി പറയാം. I know for sure. എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം. When Jesus said go, യേശു പോക എന്ന് പറഞ്ഞാൽ with that go, ആ പോക എന്ന he വാക്കിനോട് has കൂടെ said like this. അവൻ ഇങ്ങനെ പറഞ്ഞു, I am responsible for everything that happens to you or your generation. നിനക്കോ നിന്റെ തലമുറയ്ക്കോ സംഭവിക്കുന്ന സകല കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയാണ്. Hallelujah. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഇന്നിപ്പോൾ തന്നെ ആ സമീപത്തുള്ള വ്യക്തിയുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ കൈവച്ചാൽ ഇന്ന് കേട്ട സന്ദേശത്തിലെ ജീവിക്കുന്ന കർത്താവ് നിങ്ങളുടെ കരങ്ങളെ ഉപയോഗിക്കാൻ പോവുക. ഇന്ന് ഈ എപ്പിസോഡിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്ന് പുറപ്പെട്ട് ആദ്യം കാണുന്ന ആളോട് യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് അവിടെ ഉണ്ടായിരിക്കും. ഒരു രോഗിക്ക് വേണ്ടി, ഒരു തകർന്നവന് വേണ്ടി ഈ യേശുവിൻ്റെ സന്ദേശം ഒന്ന് കൊടുക്കുമോ?
യേശു കൂടെ ഇരിക്കും ഇൻ പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പുണ്ട്, ഇപ്പോൾ ആ യേശു കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക, നമ്മുടെ കരം വെക്കാൻ പോവുക. എനിക്കറിയാം, എൻ്റെ ആത്മാവിൽ ആ കട്ടിലിൽ തളർന്ന് കിടക്കുന്നവർ ചാടി എഴുന്നേൽക്കും, രോഗികൾ സൗഖ്യമാകും, കുരുട്ട് കണ്ണുകൾ തുറക്കും, വലിയ പ്രതിസന്ധികൾക്ക് അത്ഭുത വഴി തുറക്കും. ഇത് ഞാൻ എൻ്റെ ഉറപ്പിലോ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെയോ സ്വർഗീയവിരുന്നിൻ്റെ ഉറപ്പിലല്ല പറയുന്നത്. വാക്ക് പറഞ്ഞ ഒരാളുണ്ട്, ഈ വചനം കേൾക്കുന്നിടത്ത് ഞാനുണ്ടായിരിക്കും. ആ യേശു അത്ഭുതം ചെയ്യാൻ പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികൾ വിശ്വാസത്തോടെ നിങ്ങളുടെ കരം ആ രോഗമുള്ള ഭാഗത്തൊന്ന് വെച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ നിമിഷം കേട്ട വചനം ഉറപ്പിക്കപ്പെടാൻ പോവുക. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ കരം വെച്ചിരിക്കുന്ന ഓരോ ശരീരത്തിലും വിടുതൽ സംഭവിക്കട്ടെ. ഹാർട്ടിന് വലിയ പ്രതിസന്ധിയായി, ബ്ലോക്കുകളായി, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി, കർത്താവിൻ്റെ കരം നിന്നെ തൊടുന്നു, ബ്ലോക്കുകൾ അലിഞ്ഞു മാറുന്നു. അടുത്ത ടെസ്റ്റിൽ ഒരു അത്ഭുതം കാണുമെന്ന് മാത്രമല്ല, ഇപ്പോൾ മുതൽ തന്നെ ശരീരത്തിലൊരു വലിയ ഫ്രീഡം അനുഭവിക്കാൻ പോകുകയാണ്. അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് ബ്ലീഡ് ചെയ്യുന്ന വ്യക്തി അത്ഭുത സൗഖ്യം കർത്താവ് തരികയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, വയറ്റിലെ അസ്വസ്ഥതകൾ, ആന്തരിക രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബാഹ്യ ശരീരത്തിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മനപ്രയാസങ്ങൾ, ഭയങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത കഷ്ടപ്പെടുന്നവരൊക്കെ കേൾക്കുന്നല്ലോ കർത്താവെ, അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ വെച്ചതിനായി സ്തോത്രം. ഞങ്ങൾ കേട്ട ആ വചനം ഇന്ന് പുറപ്പെടുവീൻ എന്നുള്ള വചനം, ഇന്ന് ആ വചനം ടെലിവിഷനിലൂടെ, ഇൻ്റർനെറ്റിലൂടെ ഭവനങ്ങളിൽ ചെന്നിരിക്കുമ്പോൾ കർത്താവെ, ഈ വചനം കേട്ട ഓരോ വ്യക്തികളും വിടുതലാകട്ടെ, സൗഖ്യമാകട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ. കർത്താവിൻ്റെ അത്ഭുതകരം നീട്ടിയതിനായി സ്തോത്രം. ആമേൻ. അപ്പോൾ തന്നെ കർത്താവിൻ്റെ ഉള്ളിൽ പറയുകയാണ്, അനേക സുവിശേഷകർ, അനേക സഭാ ശുശ്രൂഷകർ, അച്ഛന്മാർ എന്നെ കേൾക്കുന്നുണ്ട്. പലരും മിനിസ്ട്രിയിൽ ഇങ്ങനെ ഓർക്കുക, എൻ്റെ മിനിസ്ട്രിയിൽ ഒന്നും നടക്കുന്നില്ലോ. ഞാനൊരു വലിയ സത്യം പറയാം, ഞാൻ തിയോളജിയിൽ BTH പിന്നെ ബാച്ചുലർ ഓഫ് ഡിവിനിറ്റി സറാംപൂരിൽ നിന്നൊക്കെ എടുത്തു. ഇതൊക്കെ പഠനം എന്നെ വളരെ സഹായിച്ചു. പക്ഷേ നമ്മുടെ വലിയ വേദശാസ്ത്രങ്ങളൊക്കെ ഒന്ന് താഴെ വെച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഒരു ശിശുവിനെ പോലെ വിശ്വസിച്ചുകൊണ്ട് ഒന്ന് കരം നീട്ടിക്കേ. ഓരോ ദൈവദാസനെയും കർത്താവ് എടുത്ത് ഉപയോഗിക്കാൻ പോവുക, ഓരോ ശുശ്രൂഷകരെ ഉപയോഗിക്കാൻ പോവുക. നിങ്ങളുടെ ശുശ്രൂഷ തകർന്നിട്ടില്ല, കൈകളാൽ അത്ഭുതം നടക്കാൻ പോവുക. മദ്യപാനികൾ മനം തിരിയും, ക്രിമിനലുകൾ നിങ്ങളാൽ വിടുതൽ പ്രാപിക്കാൻ പോവുക. യേശുവിന് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരൊറ്റ ശുശ്രൂഷകരും തളരരുത്. എനിക്ക് ആത്മാക്കൾ വിടുതലാകുന്നില്ലല്ലോ, എൻ്റെ കയ്യിൽ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് ഭാരപ്പെട്ടിരിക്കരുത്. നിങ്ങളുടെ കരങ്ങളാൽ വലിയവ ചെയ്യുവാൻ യേശു കർത്താവ് ഒരുക്കമാണ്. ഞാനിപ്പോൾ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ശുശ്രൂഷകർക്ക് വേണ്ടി കർത്താവെ, പാസ്റ്റേഴ്സ്, ബിഷപ്സ്, കർത്താവെ, അച്ഛന്മാർ, കർത്താവെ, സന്നദ്ധ സുവിശേഷകർ, ട്രാക്റ്റ് കൊടുക്കുന്നവർ, വഴിയരികിൽ നിന്ന് പ്രസംഗിക്കുന്നവർ, പല നിലകളിൽ ഭവനങ്ങൾ സന്ദർശിച്ച് വചനം പറയുന്നവരൊക്കെ ഉണ്ടല്ലോ. കർത്താവ് അവരിലൂടെ വലിയവ ചെയ്യണമേ. ഓരോരുത്തരുടെയും ഓരോ വിശ്വാസികളിലൂടെയും വലിയവ ചെയ്യണമേ. കർത്താവെ, ഓരോ ആരാധനാലയങ്ങളിലും പള്ളികളിലും സ്ട്രീറ്റുകളിലും എല്ലാം പത്രോസിൻ്റെ കാലത്ത് സ്ട്രീറ്റുകളിൽ അത്ഭുതം നടന്ന പോലെ നിഴൽ തട്ടുന്നവർ പോലും സൗഖ്യമാകട്ടെ. കർത്താവെ, അവിടുന്ന് ഓരോരുത്തരെയും കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അഭിഷേകം നിറച്ച് വലിയ ശക്തിയോട് ഉപയോഗിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ പണം വന്നിട്ട് സുവിശേഷ വേല ചെയ്യാനിരിക്കരുത്, വലിയ നീണ്ട പ്രസംഗങ്ങൾക്കൊന്നും കാത്തിരിക്കരുത്. ഗോ എന്ന ഒറ്റ വാക്കിൽ ഒരാൾക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാണോ? പ്രസംഗക്കുറിപ്പും പണവും ഒക്കെ എല്ലാം വേണം, പക്ഷേ ഇൻ പേഴ്സൺ യേശു പോകുന്നവൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ് ജൂലൈ 31 വരെ. വിളിക്കുക 9473566682. ഞങ്ങൾക്ക് 10 വർഷത്തോളം കുട്ടികളില്ലാതിരിക്കുമായിരുന്നു. ചികിത്സിക്കാനായിട്ട് ഞങ്ങൾ ടെസ്റ്റ് ട്യൂബ് ബേബി സെൻറ്റർ വരെ പോയി. വ്യാഴാഴ്ച രാവിലെ സൂര്യ TV പ്രോഗ്രാം കണ്ടു. തോമസ് ബ്രദർ പറഞ്ഞു അസുഖമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും കൈവച്ച് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം ബ്ലീഡിങ് നിന്നു. 4-ാമത്തെ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് കോട്ടയത്ത് വന്നു. ഞങ്ങളിവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ മുഴ 2 അപ്രത്യക്ഷമായിരുന്നു. യേശുവിനായി, സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ് ജൂലൈ 31 വരെ.
വിളിക്കുക 9443566682. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ 2015 ജൂലൈ 24 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10-ന്. ഗുരുദേവ ഓഡിറ്റോറിയം, ഇളംപള്ളൂർ ക്ഷേത്രത്തിന് സമീപം. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഈ ശനിയാഴ്ച കൊല്ലത്ത് 2015 ജൂലൈ 25 ശനി രാവിലെ 10-ന്. കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയം, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിന് സമീപം, ചിന്നക്കട.